വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ ന്യൂകാസിൽ ഫോർ യുണൈറ്റഡ് 1. ഈ ഒരു റിസൾട്ട് സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. കാരണം ഇന്നലെ മത്സരം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എൻ്റെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഇന്നത്തെ കളി പൊട്ടും എന്നുള്ള കാര്യം. അപ്പോൾ അതിനകത്ത് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ പൊട്ടി. പ്രത്യേകിച്ച് ഒന്നും തന്നെ പോസിറ്റീവായിട്ട് പറയാനില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് ചില ജോഷ് സിർക്സിയുടെയും ബ്രൂണോയുടെയും ചില വൺ ടച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. സിർക്സി ഒരു ഷോട്ട് എടുത്തതും പിന്നെ ഗാർനാച്ചോടെ ആ ഒരു ഗോളും ഇതൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറെ യുണൈറ്റഡിനെ സംബന്ധിച്ച് ഒന്നും തന്നെ ഈ മത്സരത്തിൽ നിന്ന് പോസിറ്റീവായിട്ട് പറയാനില്ല. പക്ഷേ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഈ ലീഗ് മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരീക്ഷണം പോലെ മാത്രം വെറുതെ അമോരത്തിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാം എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇതോടുകൂടി നമ്മുടെ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് ഫിനിഷിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഈ ഒരു മത്സരത്തോടു കൂടി നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂകാസിലിൻ്റെ ഫിസിക്കാലിറ്റിയുടെ മുമ്പിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല എന്നുള്ളതാണ്. ന്യൂകാസിലിന് അവർ ഈ മത്സരത്തിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. കാരണം ബെയിൻഡിയർ ആണ് ഗോൾ കീപ്പിങ്ങിൽ നിൽക്കുന്നത്. അപ്പോൾ അതോടുകൂടി തന്നെ ബെയിൻഡിയർ, പിന്നെ ബെയിൻഡിയറിന് മുമ്പിലുള്ളത് ലിൻഡലോഫ്, മാത്രമല്ല ഉഗാർട്ട, ഇവർക്കൊന്നും ബെയിൻഡിയർ ബോൾ കൊടുത്താൽ തന്നെ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതോടുകൂടി തന്നെ ന്യൂകാസിലിന് നന്നായിട്ട് അറിയായിരുന്നു അവർക്ക് നന്നായിട്ട് പ്രസ് ചെയ്താൽ മതി. നമ്മുടെ ഗോൾ കീപ്പറിനെ ടാർഗറ്റ് ചെയ്ത് പ്രസ് ചെയ്താൽ മതി. അതും ഐസൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തു. അതുപോലെ തന്നെ ന്യൂകാസിൽ പ്ലേയേഴ്സ് ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഹൈ പ്രസ് ചെയ്തു. അപ്പോൾ അതോടുകൂടി തന്നെ ബൈൻഡിയറിന് ലോങ് ബോൾ ഇടേണ്ടി വരും. ഇപ്പോൾ ലോങ് ബോൾ ഇട്ട് കഴിഞ്ഞാൽ മുമ്പിലേക്ക് പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഒന്നല്ലെങ്കിൽ ബ്രൂണോ, അല്ലെങ്കിൽ ഗാർനാച്ചോ, അല്ലെങ്കിൽ സിർക്സി. ഒരു 3 പേർക്കും ലോങ് ബോൾ വന്നു കഴിഞ്ഞാൽ വിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെയാണ് മത്സരത്തിൽ സംഭവിച്ചത്. അവർ നമ്മളെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തു, ഹൈ പ്രസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബോൾ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അവർ ബോളുകൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ നിരന്തരം നമ്മുടെ ബോക്സിലേക്ക് വരാൻ തുടങ്ങി. ഒത്തിരി തവണ നമ്മുടെ ബോക്സിലേക്ക് കയറി ഇഷ്ടം പോലെ തവണ നമ്മളെ പ്രഷറിലാക്കിയ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ മിഡ്ഫീൽഡിലാണെങ്കിലും ബോൾ നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ഭാഗം നോക്കി കഴിയുമ്പോൾ ഒരു മോശം മത്സരം. അപ്പോൾ എറിക്സനൊക്കെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ പഴയ എറിക്സനൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്രിയേറ്റീവ് സ്പാർക്കോ അല്ലെങ്കിൽ ബോൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ കേപ്പബിലിറ്റിയൊക്കെ ഉള്ളൊരു പ്ലെയർ ആയിരുന്നു. പക്ഷേ അതൊന്നും അല്ല. കാലമൊക്കെ കഴിഞ്ഞു പോയി. എറിക്സൺ ആണെങ്കിലും ലിൻഡലോഫിൻ്റെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇവർ വന്ന് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ സഹിക്കേണ്ട എന്നുള്ളതാണ് ഇതിനകത്തൊരു പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ആ സ്ഥലത്ത് നല്ല ഫിസിക്കാലിറ്റി ഉള്ള നല്ല അടിപൊളി പ്ലെയേഴ്സ് വരട്ടെ. ഇപ്പോൾ ന്യൂകാസിലിൻ്റെ ടീമിലെ ഫിസിക്കാലിറ്റി നമ്മുടെ ടീമിൻ്റെ ഫിസിക്കാലിറ്റി നമ്മൾ ഒത്തിരി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ആ ഒരു 2 പ്ലെയേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന എല്ലാ പ്ലെയേഴ്സും ജോയലിൻഡൻ, മർഫി, ഇസാക്ക്, ഇവരുടെയൊക്കെ മുമ്പിൽ ഇടിച്ചു നിൽക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ വേറെ ആരും അല്ല, ടെൻഹാഗ് തന്നെയാണ്. ടെൻഹാഗ് നടത്തിയ സൈനിങ്സ് ഒക്കെയാണ് ഏറ്റവും സൈസ് കുറഞ്ഞതോ അല്ലെങ്കിൽ വലിയ ഫിസിക്കാലിറ്റി ഇല്ലാത്ത പ്ലെയേഴ്സിനാണ് പുള്ളി കൊണ്ടുവന്ന ഒത്തിരി താരങ്ങൾ. അപ്പം ഇന്നലെ തന്നെ കളിച്ച മൗണ്ട് ആണെങ്കിലും എറിക്സനൊക്കെ ആണെങ്കിലും ഇത് തന്നെയാണ് നമ്മുടെ ഒരു അവസ്ഥയുടെ ഒരു വലിയ റീസൺ എന്ന് പറയുന്നത്. റൂട്ട് കോസ് എന്ന് പറഞ്ഞ ടെൻഹാഗ് അന്ന് നടത്തിയ സൈനിങ്സ് ആണ്. അപ്പോൾ ഇനി വരുന്ന സൈനിങ്സ് എങ്കിലും കുറച്ചും കൂടി ഇങ്ങനെ ഈ പറയുന്ന പോലെ ഫിസിക്കൽ ബാറ്റിൽസൊക്കെ വരുമ്പോൾ മുട്ടിയേക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലെയേഴ്സിന് നമ്മൾ സൈൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടറ്റ ആഴ്സണൽ ചെയ്ത വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. പുള്ളിക്കാരൻ ഫിസിക്കലി മുട്ടി നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മോൺസ്റ്റേഴ്സായിട്ട് ആഴ്സണലിനെ മാറ്റി. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഡിഫൻസീവ് റെക്കോർഡൊക്കെ ബെറ്റർ ആയത്. നമ്മൾ ആ രീതിയിലേക്ക് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് മാറി അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടായി. ഇപ്പോൾ ജോസയുടെ അണ്ടറിൽ നമ്മൾ സൈസും പൊക്കമുള്ള പ്ലേയേഴ്സിനാണ് സൈൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറി. സോ സൈസും പൊക്കവും ടെക്നിക്കൽ എബിലിറ്റി ഇതൊക്കെയുള്ള പ്ലേയേഴ്സിനാണ് നമ്മളിനി ടാർഗറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ഒരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇനി ബിഗ് ഗെയിം എന്ന് പറയുന്നത് യൂറോപ്പ ലീഗ് മത്സരങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മിഡ് വീക്കിൽ വരാൻ പോകുന്ന യൂറോപ്പ ലീഗ് ഫിക്സർ മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു സംഗതി. അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഹോം മത്സരമാണ്. ഇനിയിപ്പോൾ അവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിർക്സിക്ക് ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത മത്സരത്തിലേക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം റൂബൻ അമോറും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ സീസൺ തന്നെ ഓവറായി കാണാം. സോ ബാക്ക് ടു ഹോയ്ലൻഡ്. അതാണ് ഇനി ആ മത്സരത്തിൽ സംഭവിക്കാൻ. സിർക്സി ഇന്നലെ മത്സരത്തിൽ ബോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സിർക്സിക്ക് ആണെങ്കിലും അത്ര ഹൈറ്റും തടിയൊക്കെ ഉള്ള ഒരാളാണ്. ലോങ് ബോളൊക്കെ വന്നു കഴിയുമ്പോൾ ഡാൻ ബേണായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ മുട്ടി നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല എന്നുള്ളതാണ്. അതും ന്യൂകാസിലിന് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറി. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ മത്സരത്തിൽ നിന്ന് തോന്നിയത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.